നമസ്കാരം. ആക്ടിവിസ്റ്റും ചിന്തകനുമായിരുന്ന നരേന്ദ്ര ധബോൽക്കറെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടുപേർ കുറ്റക്കാരെന്ന് പൂനെയിലെ UAPA കേസുകൾക്കായുള്ള പ്രത്യേക കോടതി കണ്ടെത്തി. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ രണ്ടുപേർക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. കേസിലെ മറ്റ് 3 പ്രതികളെ കോടതി വെറുതെ വിട്ടു. 2013 20-നായിരുന്നു ധബോൽക്കർ കൊല്ലപ്പെടുന്നത്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു ധബോൽക്കർ. പ്രഭാത നടത്തത്തിന് പോയ ധബോൽക്കർ പൂനെ സിറ്റിയിലെ വിത്തൽ റാംജി ഷിൻഡെ പാലത്തിന് സമീപം വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു. മഹാരാഷ്ട്ര അന്ധശ്രദ്ധ നിർമൂലൻ സമിതിയുടെ തലവനായിരുന്ന ധബോൽക്കറെ തീവ്ര ഹിന്ദുത്വ സംഘടനയിൽപ്പെട്ടവരാണ് കൊലപ്പെടുത്തിയത്. ഇതിനു പിന്നാലെ 2015 ഫെബ്രുവരിയിൽ ഗോവിന്ദ് പൻസാരിയെയും അതേ വർഷം ഓഗസ്റ്റിൽ കോലാപൂരിൽ MA കൽബുർഗിയെയും വെടിവെച്ച് കൊന്നിരുന്നു. 2017 സെപ്റ്റംബറിൽ ഗൗരി ലങ്കേഷ് എന്ന മാധ്യമ പ്രവർത്തകയും ബംഗളൂരുവിലെ വീടിന് പുറത്ത് വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. ഈ സംഭവങ്ങളുടെ എല്ലാം പ്രതിസ്ഥാനത്ത് ഒരേ സ്വഭാവമുള്ള സംഘടനകളാണ് എന്നാണ് വിലയിരുത്തൽ. പൂനെ പോലീസാണ് ആദ്യം കേസ് അന്വേഷിച്ചത്. ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് 2014 CBI അന്വേഷണം ഏറ്റെടുക്കുകയും ഹിന്ദു വലതുപക്ഷ സംഘടനയായ സനാതൻ സംസ്ഥയുമായി ബന്ധമുള്ള ENT സർജൻ ഡോക്ടർ വീരേന്ദ്ര സിംഗ് തവാഡയെ 2016 ജൂണിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൊലപാതകത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളാണ് തവാഡയെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. തവാഡയും മറ്റു ചില പ്രതികളും സനാതൻ സംസ്ഥ വഴി ധബോൽക്കറുടെ സംഘടനയായ മഹാരാഷ്ട്ര അന്ധശ്രദ്ധ നിർമൂലൻ സമിതി നടത്തുന്ന പ്രവർത്തനങ്ങളെ എതിർത്തിരുന്നു. ഇതിന്റെ പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് കേസ്. അന്ധവിശ്വാസത്തിനെതിരായ ധബോൽക്കറുടെ പ്രവർത്തനങ്ങളെ പ്രതികൾ എതിർത്തിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ അന്തിമവാദത്തിൽ വ്യക്തമാക്കിയിരുന്നു. സാരംഗ് അകോൽക്കർ, വിനയ് പവാർ എന്നിവരെയാണ് CBIയുടെ കുറ്റപത്രത്തിൽ ഷൂട്ടർമാർ എന്ന് ആദ്യം പരാമർശിച്ചിരുന്നത്. പിന്നീട് സച്ചിൻ അന്തൂരയെയും ശരത് കലാസ്കറെയും അറസ്റ്റ് ചെയ്ത് അവരാണ് ധബോൽക്കറെ വെടിവെച്ചു കൊന്നത് എന്നും അനുബന്ധ കുറ്റപത്രത്തിൽ അവകാശപ്പെട്ടു. തുടർന്ന് അഭിഭാഷകരായ സഞ്ജീവ് പനലേക്കർ, വിക്രം ഭാവെ എന്നിവരെ ഗൂഢാലോചന നടത്തി എന്ന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തെങ്കിലും ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. പൻസാരെ, കൽബുർഗി, ഗൗരി ലങ്കേഷ് വധക്കേസുകളിലെ പ്രതികൾക്ക് പരസ്പര ബന്ധമുണ്ടെന്ന് സംശയിച്ചിരുന്നു. തങ്ങളെ വിമർശിക്കുന്നവരെ വകവരുത്തുന്ന നിലപാടുമായി മുന്നോട്ടു പോകുന്ന ഭീകര രാഷ്ട്രീയത്തിന്റെ ഇരകളാണ് ധബോൽക്കറും പൻസാരയും ഗൗരി ലങ്കേഷും. ഈ വിധി ഇത്തരം ശക്തികൾക്കെതിരെ നിലപാടെടുക്കാൻ പൊതുജനത്തിന് കരുത്തു പകരുമെന്നുറപ്പ്.